കാനാട്ടുകര ദേശത്തിനൊപ്പം ജെയ്സൺ ചാമളപ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, വിയൂരിന്റെ കാഴ്ചകളാണ് അല്ലമീൻ പ്രേക്ഷകർക്ക് നൽകിയത്. കുട്ടിപ്പുലികളും പെൺപുലികളും ഒക്കെ വിയൂരിന്റെ പ്രത്യേകതയാണ്. കാനാട്ടുകര ദേശം എന്ത് സർപ്രൈസാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ജെയ്സൺ? അരുൺകുമാർ, നേരത്തെ നമ്മളൊരു ഒറിജിനൽ പുലി ഇറങ്ങിയ വാർത്ത കൊടുത്തു. അത് മറ്റത്തൂരൊരു വീടിന് ചുറ്റുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു വലിയ പുലിക്കൂട്ടം എന്നെ വളഞ്ഞു നിൽക്കണം. നമുക്ക് കാണാം, ഇതിൽ കുട്ടിപ്പുലികളുണ്ട്, അതുപോലെ തന്നെ വലിയ പുലികളുണ്ട്. നമുക്ക് ഈ ഇത്തവണത്തെ പുലിക്കളിക്ക് ഇറങ്ങുന്ന ഏറ്റവും കുട്ടിയായ പുലി ഇവനാണ്, ആ മുത്ത്. മോന്റെ പേരെന്താ? രുദ്രപ്രയാഗ്. പുലിവേഷം കെട്ടാൻ വന്നിരിക്കുകയാണോ? ആണോ? എത്ര വയസ്സുണ്ട്? 4 വയസ്സിൽ പുലിവേഷം കെട്ടുകയാണ്. ചില്ലറക്കാരനല്ലല്ലോ. ആരാ പുലിവേഷം കെട്ടാൻ സന്തോഷം കൊണ്ട് വരണതാണോ, ഇഷ്ടം കൊണ്ട് വരണതാണോ? പുലിക്കളി കണ്ടിട്ടുണ്ടോ മോൻ? അതെ. എങ്ങനെയാ പുലിക്കളിക്ക് ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് ഇറങ്ങിയെന്നേ, ഒന്ന് കാണിച്ചു തന്നെ, ചെറുതായിട്ട് കാണിച്ചാൽ മതി. ഡാൻസ്. അതെ തന്നെ. ഇവിടെ കളിച്ചാൽ മതി മോൻ. അപ്പൊ മോൻ ഗംഭീരമായിട്ട് കളിക്കൂല്ലേ? ഇവിടെ എടുക്കും. അപ്പോൾ ഇവന്റെ ഒപ്പം നമ്മളെ ഇതിനേക്കാളൊരല്പം വലുതായിട്ടുള്ള അടുത്ത പുലിക്കുട്ടികളുണ്ട് ഇവിടെ. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാ. അതെ. എങ്ങനെ ഇതിന് മുന്നേ കഴിഞ്ഞ തവണക്ക് പുലിക്കളി കണ്ടിട്ടുണ്ടോ? പുലിക്കളി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇടക്കിടക്ക് ഓരോ പലകളൊക്കെ വരും. ഓരോരുത്തർ മരിക്കണ കാണാൻ വരച്ചാറില്ല. അങ്ങനെ. മോന്റെ പേരെന്താ? ആദിക്ക്. ഗംഭീരമായിട്ട് കളിക്കുവോ? തകർക്കു തവണ. അപ്പൊ 4 വയസ്സുകാരനെ അരുൺകുമാർ 4 വയസ്സുകാരനെ കണ്ടു. മോന്റെ വയസ്സ് എത്രയാ? 13 വയസ്സുകാരൻ. ഇനി എങ്ങോട്ട് പോവാ നമുക്ക്? കണ്ണാട വെച്ച 2 പുലികളുണ്ട് ഇവിടെ. കണ്ണാട വെച്ച പുലിയുടെ പേരെന്താ? നിദാൻ. ആദ്യമായിട്ടാണോ വേഷം കെട്ടുന്നത്? ആണ്. ഗംഭീരമായിട്ട് കളിക്കോ? എങ്ങനെ പുലിക്കളിയൊക്കെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മോന്റെ പേരോ? നദാൻ. ചേട്ടനനിയനാണ്. രണ്ടുപേരും ഒരുങ്ങി പുറപ്പെട്ട് കാണും. എത്ര വയസ്സ്? 10 വയസ്സ്. മോനും പുലി വേഷം കെട്ടാൻ വന്നിരിക്കുകയാണ്. അവര് 3 പേരും ചേട്ടനനിയന്മാരും ഒരു 3 പേരും കൂടി ഇറങ്ങിക്കാണ്. മോന്റെ വയസ്സ് എത്രയാ? 9. അപ്പോൾ അരുൺകുമാർ 4 മുതൽ 9 വയസ്സ് വരെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അടുത്ത ആൾ ഇവിടെ റെഡി ആയി നിൽക്കണം. മോന്റെ പേരെന്താ? കൃഷ്ണജിത്ത്. ആദ്യമായിട്ടാണോ? അപ്പൊ വരും തലമുറയിലേക്കുള്ള പുലികളാണ്. ആദ്യമായിട്ടാണ് കെട്ടുന്നത്. ഇതിനു മുന്നേ പുലികളി കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്തായാലും ഗംഭീരാക്കും തവണ. മെലിഞ്ഞ പുലിയാണ്. അടുത്ത തവണ നമ്മളെ കുറച്ച് വയറൊക്കെ വെപ്പിക്കണം കേട്ടോ. ഇത്തരത്തിൽ 4 വയസ്സ് മുതൽ എത്ര വയസ്സ് ഇവിടെ നിൽക്കുന്നതൊക്കെ വളരെ സീനിയർ പുലികളാണ്. ആ ഭാഗത്തേക്ക് സീനിയർ പുലികളാണ്, ഇവിടെയൊക്കെ നിൽക്കുന്നത് സീനിയർ പുലികളാണ്. അത്തരത്തിൽ ഒരു പരീക്ഷണമാണ്. വരും തലമുറയ്ക്കും ഈ പുലികളി നിലനിൽക്കും. തൃശ്ശൂരിലെ ഈ ഓണാഘോഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഇത്തരം പുലികളി തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അത്തരം ഒന്ന് നിലനിൽക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. 4 വയസ്സുകാരനാണ് ഇത്തവണ ആദ്യമായി പുലിവേഷം കെട്ടുന്നത്. അത് ആ 4 വയസ്സുകാരൻ അല്പസമയത്തിനകം തന്നെ പുലിവേഷം അണിയിക്കും. അതുപോലെ ചെറിയ രീതിയിൽ പെയിന്റൊക്കെ ചെയ്ത് പുലിവേഷമൊക്കെ കെട്ടി. പുലിവേഷം മാത്രമല്ല, പുലി കളിക്കൊരു താളമുണ്ടല്ലേ, ആ താളത്തിനനുസരിച്ചാണ് ഇങ്ങനെ പോവാ. ടക്കടക്കണം അല്ലേ, ഇങ്ങനെ വെച്ച് പോവാ അല്ലേ? തീർച്ചയായും കുമാർ. ഈ ആളുകളെ ധാരാളം പുലിവേഷം വെറുതെ പെയിന്റ് അടിച്ച് ദേഹത്ത് പുലി വരച്ചാൽ അതെല്ലാം അതോടുകൂടി തീർന്നു വന്ന ഇതൊരു ഒരു കലാകാരൻ, ഒരു താള മേളങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന, അത് ഫോളോ ചെയ്യാൻ കഴിയാവുന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു പുലിവേഷം കെട്ടി അതിൻ്റെ ഏറ്റവും ഭംഗിയായി അത് അവതരിപ്പിക്കാൻ പറ്റൂ. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒരു പക്ഷേ ഇതൊക്കെ വളരെ ഒരു സാധാരണമായൊരു സംഭവം തോന്നാം. പക്ഷേ അത് ഏറ്റവും ഗംഭീരമായി ചെയ്യുന്ന ടീമിന് സമ്മാനം കൂടിയുണ്ട്. അതെല്ലാ വർഷവും ഉണ്ട്. അതിന് നല്ല അച്ചടക്കമുള്ള ടീമിന്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതെടുക്കുന്ന ടീമിന്, അത്തരത്തിൽ നിശ്ചല ദൃശ്യങ്ങൾക്ക്, അങ്ങനെ എല്ലാ തലത്തിലും സമ്മാനങ്ങളുള്ള ഒരു മത്സരം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഏറ്റവും മികച്ച ടീമിനെ അവതരിപ്പിക്കുക, അതിന് ഏറ്റവും നല്ല രീതിയിൽ താളം പിടിക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്ന പുലികളെ കണ്ടെത്തുക, നല്ല കുടവയറുള്ള പുലികളെ കണ്ടെത്തുക. അതോടൊപ്പം തന്നെ കുടവയർ മാത്രമല്ല ഇതിൻ്റെ ഒരു മാനദണ്ഡം, അതോടൊപ്പം തന്നെ ഏറ്റവും ഭംഗിയായി ഒരു പുലിയെ അവതരിപ്പിക്കാൻ കഴിയുക എന്നതാണ്. അത്തരത്തിൽ ഉള്ള എല്ലാ ടീമുകളും, ഇപ്പോൾ 7 ടീമുകളാണുള്ളത്, എല്ലാവരും അതിഗംഭീരമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന 4 വയസ്സുകാരനെ ഒരു പുലിവേഷം കെട്ടിച്ച് കൊണ്ടുവരുമ്പോൾ, അതുപോലെ തന്നെ 6ഉം 7ഉം 8ഉം വയസ്സുള്ളവരൊക്കെ വരുമ്പോൾ ആ സംവിധാനത്തോടെ കലയോടുള്ള, അല്ലെങ്കിൽ ആ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യം വരും കാലങ്ങളിൽ നിലനിൽക്കുമെന്ന ഉറപ്പ് നൽകുന്ന ഒരു പ്രാതിനിധ്യം കൂടി. ഈ സാധാരണ ആനയെ കുറിച്ച് പറയുമ്പോൾ തലയെടുപ്പുള്ള കൊമ്പൻ എന്ന് പറയും അല്ലേ? പുലിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വയറെടുപ്പുള്ള പുലി എന്ന് പറയേണ്ടി വരും അല്ലേ?
വയറെടുപ്പുള്ള പുലി എന്ന് പറയേണ്ടി വരും. അതെ, വയറെടുപ്പുള്ള പുലി എന്ന് പറയേണ്ടി വരും. ഇതിൽ വയറാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വയറിന് ആകെ ഈ ലോകത്ത് ഡിമാൻഡുള്ളത് ഈ പുലികളി ദിവസം മാത്രമാണ്. അല്ലാത്ത ഓരോ ദിവസവും വയറിന് പ്രാധാന്യമില്ല. വയറ് കുറയ്ക്കണം, വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഈ ദിവസം വയറ് ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ പുലികളിക്ക് വേണ്ടിയാണ് എന്ന് തോന്നിപ്പോകുന്ന ഒന്നാണ് ഈ പുലികളിയുമായി ബന്ധപ്പെട്ട്. നമ്മളിതിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇവരൊക്കെ പെയിൻറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെയിൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഇത് അവരുടെ ദേഹത്തോടൊന്നും അവർക്കും അസ്വസ്ഥതയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇതിനകത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ. എല്ലാവരും വടി പിടിച്ച് നിൽക്കുകയാണ്. ഇത് ഉണങ്ങണം, അതിനുശേഷം മാത്രമേ കൂടുതൽ പെയിൻറ്റിങ്ങിലേക്ക് പോകാനാകും. ഇപ്പോൾ മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഓരോ ഘട്ടങ്ങളിൽ മന്ത്രിമാരും മറ്റ് ആളുകളൊക്കെ ഇവിടെ വന്ന് സന്ദർശനം നടത്തി ഇതിന് പിന്തുണ അർപ്പിക്കുക, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇത് എത്രമാത്രം മുന്നോട്ട് പോയി എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കുക എന്നതൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ മന്ത്രി രാജൻ